പെരുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രസിഡന്റ് 2 വാക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗിരീഷ് സാറാണ്. ഗിരീഷ് സാർ നമ്മുടെ ഈ ഒരു ഇപ്പം എന്തായാലും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് നിലവിൽ. 2 വാക്ക് ആ സന്തോഷത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ വെറും വാക്കല്ല. സാധാരണ ഇതുപോലുള്ള ഫംഗ്ഷനിലൊക്കെ പറയുന്ന ഒരു വാക്കാണ് സ്വപ്ന സാക്ഷാത്കാരം. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്വപ്ന സാക്ഷാത്കാരം. അതായത് ഞങ്ങളുടെ ഞാനിപ്പോൾ എല്ലായിടത്തിലും പറയുന്നതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഒരു പാലത്തെ കൂടി യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ 100 കോടി രൂപ തന്നു. ആ സർക്കാരിൻ്റെ തന്നെ, അതായത് രണ്ടാമത്തെ ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പിണറായി സർക്കാർ തന്നെ അത് പൂർത്തീകരിക്കുന്നത് വരുമ്പോൾ അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പെരുമ്പളത്തുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, വിവാഹങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇതോടുകൂടി മാറി ഞങ്ങൾ പുതിയ നിങ്ങളെ ബാക്കിയുള്ളവരെയൊക്കെ പോലെ ഏത് സമയത്തും എവിടെയും പോയി ഇതുപോലെയുള്ള ഫംഗ്ഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് മാറിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുത്തൻ ഒരു വികസനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പുതിയൊരു ഇതാണ് വരാൻ പോകുന്നത്. കാരണം ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ മാറി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിലൊന്നാണ്. 9 ലക്ഷം രൂപ മാത്രമാണ് ഒരു വർഷം വരുമാനമുള്ളത്. അത്തരത്തിലുള്ള പഞ്ചായത്ത് ഞങ്ങളുടെ ടൂറിസമാണ് ഞങ്ങളുടെ സാധ്യത. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇതിനെപ്പറ്റി കടപ്പാട് എന്ന് പറയുന്ന സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അന്നത്തെ MLA ആയിരുന്ന ആരിഫാണ്. ആ ആരിഫ് ഇവിടെ ആ ആരിഫിൻ്റെ തുടർഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ പുതിയ ഇപ്പം നിലവിലുള്ള MLA ദലീമ മടവും അത് വളരെ ആരിഫ് അല്ലെങ്കിൽ നാട്ടുകാരെ പോലെ പെരുമ്പളത്തുകാരെ പോലെ നിന്നാണ് 2 പേരും ഈ പദ്ധതി തീരും വരെ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ അവർക്ക് 2 പേർക്കും LDF സർക്കാരിനും പെരുമ്പളത്ത് മുഴുവൻ ജനങ്ങളുടെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്.